നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന് വിനി ജൂനിയറെ കൈവിടാൻ ഒട്ടും താല്പര്യമില്ല. സംഗതി കിലിയൻ എംബാപ്പയ്ക്ക് അവിടെ ഉണ്ടാവാം. പക്ഷേ റയലിനറിയാം വിനിയുടെ മൂല്യം എന്താണ് എന്ന്. നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം, ഫിഫ ബെസ്റ്റ് പുരസ്കാരമൊക്കെ നേടി ഇങ്ങനെ തങ്കത്തിളക്കത്തിൽ നിൽക്കുന്ന വിനിയുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിനെക്കുറിച്ച് റയൽ മാഡ്രിഡ് ആലോചിക്കുന്നു എന്ന വാർത്ത കൊടുക്കുന്നത് മാർക്കയാണ്. മാഡ്രിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നമുക്ക് എളുപ്പത്തിൽ നീങ്ങാവുന്ന ഒരു സോഴ്സാണല്ലോ മാർക്ക. അതുകൊണ്ട് തന്നെ അവരുടെ വാർത്തയിൽ കൃത്യമായിട്ട് പറയുന്നു, റയൽ മാഡ്രിഡ് വിനി ജൂനിയറുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറോടുകൂടി ആ കാര്യത്തിലൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 2027 വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റഷ്യൻ്റെ ആവശ്യമില്ല. പക്ഷേ ഓൾറെഡി റിന്യൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് വിവരം. ഇതിനൊരു കാരണം കൂടിയുണ്ട്. സൗദി അറേബ്യയ്ക്ക് വിനി ജൂനിയർ വേണം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ ഓഫറുമായിട്ട് വിനിയുടെ പിന്നാലെ അവർ നടന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വീണ്ടും അവർ വിനിക്കായിട്ട് ശ്രമങ്ങൾ നടത്തുമെന്ന് ഉറപ്പാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വിനിയുടെ സാലറിയൊക്കെ ഒന്നുകൂടി ഉയർത്താനുള്ള സാധ്യത കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കും റയൽ മാഡ്രിഡ് എന്നുള്ള വാർത്ത കൂടി വരുന്നത്. അദ്ദേഹവുമായിട്ട് ഓൾറെഡി ദോഹയിലും അതുപോലെ തന്നെ ദുബായിലും വെച്ച് റയൽ മാഡ്രിഡിൻ്റെ ഡയറക്ടേഴ്സ് റിപ്പീറ്റഡായിട്ട് മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ടെന്ന് കൂടി മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പക്ഷേ ഭാവിയെക്കുറിച്ച് എന്നതിനപ്പുറം പ്രസൻറ്റിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. എന്നാൽ തത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിലേക്ക് തന്നെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റയൽ മാഡ്രിഡിലേക്ക് വിനി ജൂനിയർ എത്തിയ ഘട്ടത്തിൽ ഒരു ബ്രസീലിയൻ വണ്ടർ കിഡ് വരുന്നു എന്നുള്ളൊരു ഓളം ഉണ്ടായിരുന്നു. പക്ഷേ റയലിൽ എത്തിയ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ സ്ട്രഗിളിങ് പീരീഡ് അങ്ങ് കഴിഞ്ഞപ്പോൾ വിനി ജൂനിയർ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഹാർഡ് പാർട്ട് കഴിഞ്ഞു, ഇനി ഈസി പാർട്ടാണ്. ഈ ഈസി പാർട്ടിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളെ വിട്ടുകൊടുക്കാൻ റയൽ തയ്യാറല്ല. അതാണ് റയലും മറ്റു ടീമുകളും തമ്മിലുള്ള വ്യത്യാസം. നേരത്തെ തന്നെ ഒരു മുഴം മുമ്പേ എറിഞ്ഞുകൊണ്ട് താരത്തെ തങ്ങളുടെ ടീമിൽ തന്നെ ഉറപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.